നമസ്കാരം. ഹായ്, നമസ്കാരം. എത്രയിലാ പഠിക്കണേ? ഞാന് 5. ഇവളോ? ഇനി 5ക്ക്. കുട്ടിയോ? ഇപ്പൊ വെക്കേഷൻ അല്ലേ, നന്നായിട്ട് പഠിക്കുക. കളിച്ചോളൂ. പൊക്കോളൂ. അതെ, ആ നമ്പൂരിനെ കണ്ടിട്ട് കുറച്ചു ദിവസമായി. ഈ അമിതിന്റെ ഒക്കെനല്ലേ? എവിടുക്കാ? പാപ്പണ്ട വീട്ടില്. എന്നാ പോയൊക്കെ. ചൊല്ലി ഞാൻ മത്സ്യങ്ങളെ കൊണ്ടുപോയി കീരി നിത്യം വസിക്കും പൊത്തിൽ നിന്നു പന്നകം പാർക്കുന്നൊരു സുശീലത്തോളമൊക്കെ ചിന്നിയിട്ട് ചൂഭവാൻ സ്വസ്ഥനായിരുന്നാലും ദേശം ചൊല്ലിനാൽ മത്സ്യങ്ങളെ കൊണ്ടുപോയി കീരി നിത്യം. നമസ്കാരം. അപ്പോഴേ ഇപ്പൊ വന്നത് തൻ്റെ ആലയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിട്ടാ. പണ്ടൊക്കെ പാചകം കലത്തിലും ചട്ടിയിലൊക്കെ വെക്കായിരുന്നു. അന്നൊക്കെ എന്താ അതിൻ്റെയൊക്കെ രുചി. ഇപ്പൊ എല്ലാം പോയി, സ്റ്റീലും അലുമിനിയം അങ്ങനെ കുറെ കാലം പോയില്ലേ. അതിനെന്താ, തമ്പ്രാൻ കണ്ടോളൂ. ആയിക്കോട്ടെ, വേണ്ട ഇരുന്നോളൂ. ജോലി നടക്കട്ടെ. ഇതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണേ. മൺചട്ടി കറികളും ഒക്കെ വെക്കാൻ പറ്റിയ മൺചട്ടിയാ. സൂപ്പർ സാധന. ഇതേ നല്ല കലയാണ് കേട്ടോ. എന്താ കഥ? കറികള് മൺചട്ടിയിൽ വെച്ച് തന്നെയാണേ അതിന്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. രുചികളും സൂക്കടും വരില്ലല്ലോ. ഒക്കെ അലുമിനിയമായി, സ്റ്റീലായി, ചെമ്പായി എല്ലാ ഭയങ്കര സൂക്കടുകളും വന്നു കൊടുന്നു. ആ സൂക്കടുകളും ലോകത്ത് കടന്ന് കണ്ണ് കാണാനില്ല തമ്പുരാൻ. എല്ലാം കണ്ടു. കച്ചവടമൊക്കെ ധാരാളം നടക്കുന്നുണ്ടോ? കുറേയൊക്കെ നടക്കണുണ്ട്. എന്താ ചെയ്യാ, ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ, സാധനങ്ങളൊക്കെ കിട്ടാനില്ലല്ലോ അപ്പോഴൊന്നും. തകിരിയൊക്കെ പിറകിന് മറ്റേനെല്ലാം വില ഭയങ്കര വിലല്ലേ. അതെ. ഇതിലൊക്കെ എത്ര സെന്റ് സ്ഥലം ഉണ്ട്? ഇതില് 31 സെന്റ് സ്ഥലമുണ്ട്. നമസ്കാരം. ഇല്ലത്ത് പോയിരുന്നു. തമ്പ്രാന് ഇങ്ങോട്ട് വന്നിക്കാന്ന് അറിഞ്ഞപ്പോ തമ്പ്രാന് കാണാൻ വന്നതാ. പറഞ്ഞു കുട്ടികളുടെ പരിപാടി ഉണ്ട്, അപ്പൊ തമ്പ്രാന്റെ സഹായം ഉണ്ടാവണം. ആയിക്കോട്ടെ. എവിടെ വെച്ചാ പരിപാടി? നമ്മുടെ ദേശത്ത് തന്നെ. ആയിക്കോട്ടെ. എന്താ ചെയ്യണ്ടേ? കാതര് പറഞ്ഞോളൂ. തമ്പ്രാൻ ഞങ്ങളത് കാര്യമായിട്ട് സഹായിക്കണം. കുട്ടികളുടെ പരിപാടിയല്ലേ, തമ്പ്രാനെ ഒന്നുകൂടി വന്ന് കാണാം. തമ്പ്രാൻ ഞങ്ങളത് സഹായിക്കണം. എന്നാ തമ്പ്രാൻ ഞങ്ങളങ്ങോട്ട് നീങ്ങാണ്. അങ്ങനെ തന്നെ വേണ്ടത്.